ആദ്യത്തെ ക്രിസ്മസ് തൊട്ടിൽ അല്ലെങ്കിൽ പുൽക്കൂട് ആരാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ക്രിസ്മസ് പുൽക്കൂട് പാരമ്പര്യം ബെത്ലഹേമിൽ നിന്നല്ല ആരംഭിച്ചത്. ക്രിസ്മസ് തൊട്ടിലിന്റെ കഥ ലോകമെമ്പാടുമുള്ള മിക്ക വീടുകളിലും പള്ളികളിലും എല്ലാ ക്രിസ്മസിനും ഉയരുന്ന ഈ പുൽക്കൂട് നിശബ്ദമായി തന്നെ ശക്തമായ ഒരു കഥ പറയുന്നുണ്ട്. ക്രിസ്മസ് തൊട്ടിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പ്രതിനിധീകരിക്കുന്നു. കൊട്ടാരത്തിലല്ല, പുൽത്തൊട്ടിയിലാണ് ജനിച്ചത്. ദൈവം ശക്തിയേക്കാൾ താഴ്മയും മഹത്വത്തെക്കാൾ ലാളിത്യവും തിരഞ്ഞെടുത്തുവെന്ന് നമ്മെ ഇതോർമ്മിപ്പിക്കുന്നു. നിരവധി നൂറ്റാണ്ടുകളായി വായനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും മാത്രമേ ആളുകൾ ക്രിസ്തുമസിന്റെ കഥ കേട്ടിട്ടുള്ളൂ. മിക്ക സാധാരണക്കാർക്കും ബെത്ലഹേമിന്റെ രംഗം വായിക്കുവാനോ സങ്കല്പിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. 1223 ഗ്രേസിയോ എന്ന ചെറിയ ഇറ്റാലിയൻ ഗ്രാമത്തിൽ ഒരു വിശുദ്ധ മനുഷ്യൻ ക്രിസ്മസ് എന്നേക്കുമായി ഓർമ്മിപ്പിക്കപ്പെടേണ്ട രീതിയിൽ മാറ്റിമറിച്ചു. സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി യേശു ജനിച്ച ദാരിദ്ര്യവും സ്നേഹവും ആളുകൾ കാണണമെന്ന് ആഗ്രഹിച്ചു. കേട്ടുകേൾവി മാത്രമല്ല, വിശ്വാസം അനുഭവിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ആദ്യത്തെ ജീവനുള്ള പുൽത്തൊട്ടി. ക്രിസ്മസ് രാവിൽ സെന്റ് ഫ്രാൻസിസ് വൈക്കോൽ, ഒരു കാള, ഒരു കഴുത എന്നിവ ഉപയോഗിച്ച് യഥാർത്ഥ പുൽത്തൊട്ടി ഒരുക്കി. പുൽത്തൊട്ടിയുടെ അരികിൽ കുർബാന അർപ്പിക്കുമ്പോൾ ഗ്രാമവാസികൾ ഒത്തുകൂടി ആദ്യത്തെ ജീവനുള്ള ക്രിസ്മസ് തൊട്ടിൽ രൂപം കൊണ്ടു. അതിൽ മാതാവിൻ്റെയോ ഔസപിതാവിൻ്റെയോ ഉണ്ണീശോയുടെയോ ഫോട്ടോയോ സ്റ്റാച്യുവോ ഇല്ലായിരുന്നു. ആ രാത്രിയിൽ യേശു ദരിദ്രർക്കും എളിമയുള്ളവർക്കും പാവപ്പെട്ടവർക്കും അടുത്തെത്തിയെന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. പിന്നീട് ഗ്രീസിയോയിൽ നിന്നും ആരംഭിച്ച ഈ തൊട്ടിലിന്റെ പാരമ്പര്യം യൂറോപ്പിലും പിന്നെ ലോകമെമ്പാടും വ്യാപിച്ചു തുടങ്ങി. ഓരോ സംസ്കാരവും അതിൻ്റെതായ സൗന്ദര്യം ചേർത്തു, പക്ഷെ സന്ദേശം അതേപടി തുടർന്നു. ഇന്നും ക്രിസ്മസ് തൊട്ടിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എളിമയും സ്നേഹവും വിശ്വാസവും ഉള്ളിടത്തെല്ലാം ക്രിസ്തു ജനിക്കുന്നു എന്നതാണ്. Thank you for watching. No matters.